Hello everyone, welcome to the Olympiad classes. So, we will plain geometry topic discuss already in the videos release so Olympiad geometry topic is very crucial because we easy to score this topic 8, 9, 10 class like we concept already പഠിക്കുന്നുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഒളിമ്പ്യാഡിന് വരിക ഒരു 6 ക്വസ്റ്റ്യനിൽ 1 or 2 ക്വസ്റ്റ്യൻസ് എന്തായാലും ജോമെട്രി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും സോ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് ഈ ജോമെട്രി എന്നുള്ള പാർട്ടാണ് സോ ഇതിൽ ക്വാഡ്രിലാറ്ററൽ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് റിവൈസ് ചെയ്യാം ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ 4 സൈഡഡ് ഫിഗേഴ്സിനെയാണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് അല്ലേ ഇനി അതിൽ തന്നെ നമ്മൾ കോൺവെക്സ് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ കോൺകേവ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞിട്ട് 2 കാറ്റഗറി ആയിട്ട് പറയാറുണ്ട് ഇതെങ്ങനെയാണ് കോൺവെക്സ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ വാട്ട് ഈസ് കോൺവെക്സ് ക്വാഡ്രിലാറ്ററൽ നമ്മൾ യൂഷ്വലി കാണാറുള്ള സ്ക്വയർ റെക്റ്റാങ്കിൾ റോംബസ് ഇതൊക്കെ എന്താണ് കോൺവെക്സ് ക്വാഡ്രിലാറ്ററൽ ആണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ ഇതിൻ്റെ എല്ലാ ആംഗിൾസും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലെസ് ദാൻ 180 ഡിഗ്രി ആയിരിക്കും അതായത് ഒബ്റ്റ്യൂസ് ആംഗിൾസ് വരെ വരും അതിൽ കൂടുതൽ അപ്പോൾ ഇങ്ങനത്തെ കേസുള്ള ആംഗിൾസ് ഒന്നും അതിനകത്ത് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു കേസിൽ എങ്ങനെയാണ് ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണ് അല്ലേ ഇത് 4 സൈഡഡ് ഫിഗർ ആണ് ദിസ് ഈസ് 1 2 3 4 അല്ലേ 4 സൈഡഡ് ഫിഗർ ആണ് പക്ഷേ ഇതിൻ്റെ ഈ ആംഗിളും ഒന്നും കുഴപ്പമില്ല ഇതെല്ലാം ലെസ് ദാൻ 180 ഡിഗ്രി ആണ് വെറസ് ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി സോ ഇങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽസിനെ നമ്മൾ എന്താ വിളിക്കുക കോൺകേവ് ക്വാഡ്രിലാറ്ററൽ എന്നാണ് പറയുക ഓക്കെ സോ നമ്മൾ യൂഷ്വലി ഡീൽ ചെയ്യുന്നത് കോൺവെക്സ് ക്വാഡ്രിലാറ്ററൽ ആണ് ഇനി നമുക്ക് പാരലോഗ്രാം അതുപോലെ റോംബസ് റെക്റ്റാങ്കിൾ സ്ക്വയർ ഇതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ് ഒന്ന് അനാലിസ് ചെയ്യാം നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് സോ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് ആ പ്രോപ്പർട്ടീസ് ആയിരിക്കും നമ്മൾ യൂഷ്വലി പ്രോബ്ലംസിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരിക അല്ലേ സോ പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ് പാരലൽ ആണ് അതുപോലെ തന്നെ ഈക്വൽ ആണ് അല്ലേ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക പാരലോഗ്രാം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാം ഈ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് ദിസ് okay so opposite sides are equal a b c d എന്ന് മാർക്ക് ചെയ്യണമെങ്കിൽ ab is equal to bc sorry ab equal to cd ab equal to cd and ad equal to bc okay ഇനി ഇതിൻ്റെ ഈ സൈഡ്സ് എന്താണ് പാരലൽ ആണ് അല്ലേ സോ ab is parallel to cd അതുപോലെ എ ഡി ഈസ് പാരലൽ ടു ബി സി ഓക്കെ ആൻഡ് ഇതിൽ ഉള്ള പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും സോ ഇത് രണ്ടും സെയിം ആംഗിൾസ് ആയിരിക്കും ഇത് രണ്ടും സെയിം ആംഗിൾസ് ആയിരിക്കും ഓക്കെ അതുപോലെ തന്നെ ഇത് പാരലൽ ആയതുകൊണ്ട് ഇത് പാരലൽ ലൈൻസ് ആണ് ആൻഡ് ദിസ് ക്യാൻ ബി ടേക്കൺ ആസ് എ ട്രാൻസ്വേഴ്സൽ അല്ലേ സോ ഇതെന്താണ് ഇൻറ്റീരിയർ ആംഗിൾസ് ആയിട്ടാണ് വരിക അല്ലേ ഇൻറ്റീരിയർ ആംഗിൾസ് ആയിട്ടാണ് വരിക സോ സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് എന്തായിരിക്കും സപ്ലിമെൻ്ററി ഫോർ എ പാരലൽ ലൈൻ സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് ഇസ് സപ്ലിമെൻ്ററി സോ അതുകൊണ്ട് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും ഓക്കെ സോ ഇതാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ വരുന്നത് പാരലോഗ്രാം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ ഇനി ഡയഗണൽസിനെ കുറിച്ചിട്ടാണ് അടുത്തത് പറയാനുള്ളത് സോ ഡയഗണൽസ് നമ്മളിവിടെ ഒരു ഡയഗണൽ വരയ്ക്കുകയാണെങ്കിൽ if I draw a diagonal like this നമുക്ക് 2 ട്രയാങ്കിൾ ആണ് കിട്ടുക അല്ലേ സോ വി ഗെറ്റ് എ ട്രയാങ്കിൾ ഹിയർ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഒരു ട്രയാങ്കിൾ ഉണ്ട് റൈറ്റ് ഈ 2 ട്രയാങ്കിൾസ് എങ്ങനെയായിരിക്കും കോൺഗ്രുവൻ്റ് ആയിരിക്കും സോ ഇത് കോൺഗ്രുവൻ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം അല്ലേ ഈ ഒരു ലൈൻ കോമൺ ടു ബോത്ത് ദി ട്രയാങ്കിൾസ് ആണ് ആൻഡ് ഇനി നമുക്ക് എടുക്കുകയാണെങ്കിൽ ഈ ലെങ്ത്തും എന്താണ് സെയിം ആണ് ആൻഡ് ഈ ലെങ്ത്തും സെയിം ആണ് സോ 3 സൈഡ്സ് ഓൾറെഡി ഈക്വൽ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ആംഗിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിളും ഈക്വൽ ആണ് അല്ലേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എ ഡി ഈക്വൽ ടു ബി സി ആണ് അതുപോലെ സി ഡി ഈക്വൽ ടു എ ബി ആണ് നമുക്കറിയാം ആൻഡ് ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു ദിസ് ആംഗിൾ സോ എസ് എ എസ് തിയറം അനുസരിച്ച് ദിസ് 2 ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻറ്റ് ഓക്കെ സോ എ സി ഡി അതുപോലെ എ ബി സി എന്ന് പറയുന്നത് കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് ആയിരിക്കും സോ ദ ഡയഗണൽ ഡിവൈഡ്സ് ഇറ്റ് ഇൻ ടു 2 കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് അതുപോലെ തന്നെ ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ എന്ന് വെച്ചാൽ എന്താ ബൈസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ് ഡിവൈഡ്സ്
it into two equal halves. അല്ലേ? അതായത് ഈ ഒരു ലെങ്ത്തും ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ലെങ്ത്തും ഈക്വൽ ആണ്. ഓക്കെ, സോ ഈ O എന്നുള്ള പോയിന്റിലാണ് അത് ബൈസെക്റ്റ് ചെയ്യുന്നത്. സോ ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം ബൈസെക്റ്റ് ഈച്ച് അതർ. ക്ലിയർ? യെസ്. നെക്സ്റ്റ്, ഈ ഒരു പാരലോഗ്രാമിൻ്റെ തന്നെ ഒരു സ്പെഷ്യൽ കേസാണ് എന്ത്? റോംബസ് എന്ന് പറയുന്നത്. സോ റോംബസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്, പാരലോഗ്രാംസിൽ എങ്ങനെയാണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് ഈക്വൽ ആയിട്ട് വരുന്നത് അല്ലേ? റോംബസിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. സോ എ റോംബസ് ഈസ് എ പാരലോഗ്രാം ഇൻ വിച്ച് ഓൾ ഇറ്റ്സ് സൈഡ്സ് ആർ ഈക്വൽ ഇൻ ലെങ്ത്. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഡയഗണൽസിലാണ്. റോംബസിൻ്റെ ഡയഗണൽസ് എപ്പോഴും എന്താണ്, പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. Okay, so they are perpendicular bisectors എന്ന് പറയും. Bisectors ആണ് because it's a parallelogram. So they are perpendicular bisectors in the case of a rhombus. Clear? Next, a trapezium is a quadrilateral with only one pair of opposite sides parallel. In figure, see ഇവിടെ നമുക്ക് ഒരു trapezium വരയ്ക്കാം. Okay, so this is a trapezium. I'm just drawing, marking A, B, C, D. Okay, so ഇവിടെ AB എന്ന് പറയുന്ന സൈഡ് is parallel to BC, CD. AB is parallel to CD ആണ്. AB is parallel to CD, so one pair is parallel. So this is a trapezium. Clear? Next, kite. Kite എന്ന് പറയുമ്പോൾ നമ്മൾ റോംബസിൻ്റെ എന്താ പറഞ്ഞത്, റോംബസിൻ്റെ ഓൾ സൈഡ്സ് ഈക്വൽ എന്ന് പറഞ്ഞു. പാരലോഗ്രാം ആകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ എന്ന് പറഞ്ഞു. ഈ കൈറ്റിൻ്റെ കേസിൽ അഡ്ജസൻ്റ് ആയിട്ടുള്ള രണ്ട് സൈഡുകൾ ഈക്വൽ ആണ്. ഓക്കെ, ഇറ്റ്സ് എ ക്വാഡ്രിലാറ്ററൽ വിത്ത് അഡ്ജസൻ്റ് സൈഡ്സ് ഈക്വൽ. സോ ബി സി ഈക്വൽ ടു സി ഡി ആൻഡ് എ ബി ഈക്വൽ ടു എ ഡി. അതുപോലെ തന്നെ ഇതിൻ്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലേഴ്സ് ആണ്. ഓക്കെ, നൗ ഐസോസ്ലെസ് ട്രപ്പീസിയം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പാരലൽ ആയിട്ടുള്ള ഒരു പെയറാണ് ഉണ്ടാവുക അല്ലേ? ഇനി പാരലൽ അല്ലാത്ത ഈ ഒരു പെയർ ഉണ്ടല്ലോ, ആ പെയേഴ്സ് ഈക്വൽ ആയിരിക്കും. എ ട്രപ്പീസിയം ഈസ് സെഡ് ടു ബി ഐസോസ്ലെസ് ട്രപ്പീസിയം ഇഫ് ഇറ്റ്സ് നോൺ പാരലൽ സൈഡ്സ് ആർ ഈക്വൽ. ദാറ്റ് ഈസ് എ ഡി ഇസ് ഈക്വൽ ടു ബി സി ആയിരിക്കും. ഓക്കെ, സോ എ ഡി ഈക്വൽ ടു ബി സി ആയിരിക്കും. സോ അങ്ങനത്തെ കേസിൽ സി എ ഡി ഈക്വൽ ടു ബി സി എന്നുള്ള ഒരു കേസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഓക്കെ, എ ബി സി ഡി. ഓക്കെ, സോ ഞാനിവിടെ ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇത് സി ഡി എന്നുള്ള ലെങ്ത് ആണ് അല്ലേ? ദിസ് ഇസ് സി ഡി എന്നുള്ള ലെങ്ത് ആണ്. സോ ദിസ് ഈസ് ഓൾസോ സി ഡിൻ്റെ അതേ ലെങ്ത് ആണ് വരിക. ആൻഡ് ഈ ഒരു ലെങ്ത് എ ഡി ആണ്, ഇത് ബി സി ആണ്. സോ എ ഡി ഈക്വൽ ടു ബി സി ആണ് ഐസോസ്ലെസ് ട്രപ്പീസിയത്തിൻ്റെ കേസിൽ. ഓക്കെ, ഇനി ഈ ഡി ഇന്നും ഡി എഫ് എന്നും ഈ പെർപെൻഡിക്കുലറിന് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഡി എന്നുള്ള വേർട്ടെക്സിൽ നിന്ന് എ ബിയിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇ എന്നും, അതുപോലെ സി എന്നുള്ള വേർട്ടെക്സിൽ നിന്ന് എ ബിയിലേക്ക് വരയ്ക്കുന്ന ആ പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എഫ് എന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഡി ഇ ആൻഡ് ദിസ് ഇസ് സി എഫ്. ഓക്കെ, സോ ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി എന്നാണ് കിട്ടുക. ദിസ് ആംഗിൾ ഇസ് 90 ഡിഗ്രി. ഇനി വാട്ട് അബൌട്ട് ഡി ഇ എന്നുള്ള ലെങ്ത് എന്തായിരിക്കും? ഡി ഇ എന്നുള്ള ലെങ്ത് ഇസ് ഈക്വൽ ടു സി എഫ് ആയിരിക്കും അല്ലേ? അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാരലൽ സൈഡ്സ് ആണ്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണ്. സോ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു ആർ കൺസിഡറിങ് ദീസ് ടു ട്രയാങ്കിൾസ്, ദേ ആർ കോൺഗ്രുവൻറ്റ്. അവരെന്താണ്? കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് ആണ്. സോ നമുക്ക് എഴുതാം ട്രയാങ്കിൾ എ ഇ ഡി ഇസ് കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ ഡി എഫ് സി. ഓക്കെ, അത് കോൺഗ്രുവൻ്റ് ആയി. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സ് ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. That means angle A is equal to angle B ആയിരിക്കും. Okay, so angle A equal to angle B. Clear അല്ലേ? Yes, this is for an isosceles trapezium. Next,
യെസ്. സോ നമ്മൾ ജനറലായിട്ട് ഒരു നോട്ടായിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് നമുക്കറിയാം സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, ഓൾ സൈഡ്സ് ഈക്വൽ ആണ്. സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആംഗിൾസ് ഒക്കെ എങ്ങനെയായിരിക്കും? സി, നമുക്ക് ആദ്യം തൊട്ട് പറയാം. പാരലോഗ്രാമിൻ്റെ കേസ് പറഞ്ഞു. പാരലോഗ്രാമിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് റോംബസ്. പാരലോഗ്രാമിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആവുന്ന ഒരു കേസാണ് എന്ത്, റോംബസ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ട്രപ്പീസിയം എന്ന് പറയുന്നത് ട്രപ്പീസിയത്തിൻ്റെ മറ്റ് രണ്ട് സൈഡും കൂടി പാരലായി കഴിഞ്ഞാൽ അത് പാരലോഗ്രാം ആയിട്ട് മാറി അല്ലേ. സോ പാരലോഗ്രാം ഈസ് എ ട്രപ്പീസിയം എന്ന് പറയാം. അതുപോലെ തന്നെ സ്ക്വയർ ഈസ് എ റോംബസ്. ഒരു സ്ക്വയർ എന്ന് പറയുന്നത് ഒരു റോംബസ് ആണ്. സ്ക്വയർ എന്ന് പറയുന്നത് ഇസ് എ റോംബസ് ആണ്. അതുപോലെ തന്നെ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് റെക്റ്റാങ്കിൾ എന്നുള്ള കാറ്റഗറിയിലും ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ എ സ്ക്വയർ മീൻസ് ഓൾ സൈഡ്സ് ഈക്വൽ ആണ് അല്ലേ, ഓൾ സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോൾ അത് റോംബസ് എന്നുള്ള കാറ്റഗറിയിലും അത് വരും, കാരണം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഒക്കെ പാരലൽ ആണ്. അത് സോ ഈ ഒരു കേസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് മിഡ് പോയിന്റ് തിയറം. ദിസ് തിയറം ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ എന്താണ് മിഡ് പോയിന്റ് തിയറം എന്ന് പറയുന്നത്? സി, നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഐ എം ജസ്റ്റ് ടേക്കിംഗ് എ ട്രയാങ്കിൾ എ ബി സി എന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി the line segment joining the midpoints of any two sides. So AC-യുടെ മിഡ് പോയിന്റ് അതുപോലെ BC-യുടെ മിഡ് പോയിന്റ്. ഓക്കെ, സോ ഇത് എന്നും ഇത് എഫ് എന്നും മാർക്ക് ചെയ്യുന്നുണ്ട്. സോ AC-യുടെ മിഡ് പോയിന്റും BC-യുടെ മിഡ് പോയിന്റും തമ്മിൽ ഞാൻ ജോയിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഐ ഗെറ്റ് EF എന്നുള്ള ലൈൻ സെഗ്മെന്റ് കിട്ടും. ഓക്കെ, ആൻഡ് ഈ EF എന്നുള്ള ലൈൻ സെഗ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദിസ് ലൈൻ സെഗ്മെന്റ് ഈസ് പാരലൽ ടു AB. ABനോട് പാരലൽ ആയിരിക്കുന്നു മാത്രമല്ല, ഈ ABയുടെ പകുതി ആയിരിക്കും ഈ ഒരു ലെങ്ത്. ABയുടെ പകുതി ആയിരിക്കും ഈ ഒരു ലെങ്ത്. സോ that is what midpoint theorem says. In a triangle, the line segment joining the midpoints of any two sides is parallel to the third side and is half of it. അതിൻ്റെ പകുതിയാണ്. Clear? So we can write EF is equal to half AB അല്ലെങ്കിൽ AB by 2 and EF is parallel to AB. ക്ലിയർ ആണോ? സോ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാനുണ്ട് കേട്ടോ. സോ നമ്മളത് ഇനി കമ്മിങ് ഇവിടെയൊക്കെ നമ്മൾ പ്രൂഫും ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഹിയർ അഗൈൻ the quadrilateral വേറെ ഒരു തിയറമാണ്, that is Varignon's theorem. This is the quadrilateral formed by joining the midpoint of consecutive sides of any quadrilateral is a parallelogram എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. എന്ന് വെച്ചാൽ നമുക്കിവിടെ ABCD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. ഓക്കെ, ആൻഡ് ഈ P എന്ന് പറയുന്നത് ABയുടെ മിഡ് പോയിന്റ് ആണ്, ഈ BCയുടെ മിഡ് പോയിന്റ് ആണ് Q, അതുപോലെ CR അല്ലെങ്കിൽ CDയുടെ മിഡ് പോയിന്റ് ആണ് ഈ R എന്ന് പറയുന്നത്, ആൻഡ് ADയുടെ മിഡ് പോയിന്റ് ആണ് S. അപ്പോൾ ഈ മിഡ് പോയിന്റ്സുകൾ തമ്മിൽ ഇങ്ങനെ അടുത്തടുത്തുള്ള മിഡ് പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടും അല്ലേ. സോ ആ ഒരു കിട്ടിയ ക്വാഡ്രിലാറ്ററൽ പാരലോഗ്രാം ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇത് പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇത് രണ്ടും പാരലൽ ആണ്, ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ ഇത് രണ്ടും പാരലൽ ആണ്, ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഈ PQRS എന്നുള്ളത് പാരലോഗ്രാം എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. സോ അതിന് വേണ്ടി ആദ്യം ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഈ ABC എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളിനെയാണ്. ഓക്കെ, സോ ഐ എം ജസ്റ്റ് ടേക്കിംഗ് ABC എന്ന് പറഞ്ഞിട്ടുള്ള ട്രയാങ്കിൾ എടുത്തു. ഈ AC എന്ന് പറയുന്നത് അതിൻ്റെ ഡയഗണലാണ് കേട്ടോ. ഓക്കെ, സോ ഇവിടെ നമ്മൾ മിഡ് പോയിന്റ് തിയറം നമ്മളിപ്പോൾ പഠിച്ച ആ മിഡ് പോയിന്റ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് AC ഇവിടെ ഉണ്ട് അല്ലേ. ഇനി ഈ ഒരു ലൈൻ്റെയും നമ്മൾ ഈ ഒരു ട്രയാങ്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ABയുടെ മിഡ് പോയിന്റ് ആണ് P എന്ന് പറയുന്നത്, അതുപോലെ BCയുടെ മിഡ് പോയിന്റ് ആണ് Q എന്ന് പറയുന്നത്. സോ ഈ ഒരു PQ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ PQ ഇസ് പാരലൽ ടു AC എന്ന് നമുക്ക് പറയാം. സോ PQ ഇസ് പാരലൽ ടു AC അക്കോർഡിംഗ് ടു മിഡ് പോയിന്റ് തിയറം. അത് മാത്രമല്ല PQ എന്ന് പറയുന്നത് ACയുടെ പകുതി ആയിരിക്കും. ക്ലിയർ ആണോ? യെസ്. ഇനി നമ്മൾ നെക്സ്റ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. സോ ദാറ്റ് ഈസ് ദിസ് വൺ. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ
ലെറ്റ്സ് കൺസിഡർ ട്രയാങ്കിൾ ADC. ഓക്കെ, സോ ഇവിടെയും എന്താണ് ഈ എസ് എന്ന് പറയുന്നത് ഈ ADയുടെ മിഡ് പോയിന്റ് ആണ്, അതുപോലെ CD-യുടെ മിഡ് പോയിന്റ് ആണ് R എന്ന് പറയുന്നത്. സോ മിഡ് പോയിന്റ്സുകൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തിരിക്കുകയാണ് ഈ RS എന്നുള്ള ലൈൻ അല്ലേ, അല്ലെങ്കിൽ SR എന്നുള്ള ലൈൻ. സോ SR ഇസ് പാരലൽ ടു AC എന്ന് നമുക്ക് പറയാം അക്കോർഡിംഗ് ടു മിഡ് പോയിന്റ് തിയറം. അതുപോലെ തന്നെ SR എന്ന് പറയുന്നത് ഇറ്റ് ഇസ് AC-യുടെ പകുതിയാണ്. ഓക്കെ, AC-യുടെ പകുതിയാണ്. ക്ലിയർ അല്ലേ? സോ ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഈ ഒരു ഫസ്റ്റ് പാർട്ടും ഈ ഒരു സെക്കൻഡ് പാർട്ടും, മേ ബി ഐ ക്യാൻ കോൾ ദിസ് ആസ് 1 ആൻഡ് ദിസ് ആസ് 2. ഓക്കെ, ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? PQ ഈസ് പാരലൽ ടു AC and SR is also parallel to AC, right? എന്ന് വെച്ചാൽ PQ is parallel to SR എന്ന് പറയാം, റൈറ്റ്? സോ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ PQയും SRും എന്തായി? പാരലൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ PQ എന്ന് പറയുന്നത് AC/2 ആണ് ആൻഡ് SR എന്ന് പറയുന്നതും AC/2 ആണ്, വിച്ച് മീൻസ് PQ is equal to SR. ഓക്കെ, സോ ഈ രണ്ട് ബോക്സ് ഇട്ടിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങളിൽ നമുക്ക് എന്ത് മനസ്സിലായി? PQയും SRും പാരലൽ ആണ്, ഈക്വൽ ആണ് എന്ന് മനസ്സിലായി. ഇനി ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഡയഗണലായിട്ട് ഡിവൈഡ് ചെയ്യണം കേട്ടോ, ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, സോ വി ആർ ജസ്റ്റ് ഡ്രോയിങ് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെ വരച്ചു കഴിയുമ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് കിട്ടും. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഇവിടെയും ഒരു ട്രയാങ്കിൾ ഉണ്ടാവും. ഇവിടെയും നമ്മൾ ഈ സെയിം മിഡ് പോയിന്റ് തിയറം തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. സോ നമുക്ക് ഫസ്റ്റ് കേസിൽ എന്താ വരിക? കൺസിഡർ ട്രയാങ്കിൾ BDC എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ വി ഗെറ്റ് ഈ ആറും ക്യൂവും എന്താണ്? മിഡ് പോയിന്റ്സ് ആണ് അല്ലേ? സോ മിഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത ലൈൻ സെഗ്മെന്റ് ആണ് QR എന്ന് പറയുന്നത്. സോ QR is parallel to BD എന്ന് പറയാം. അതുപോലെ തന്നെ QR is equal to BD-യുടെ പകുതി ആയിരിക്കും, റൈറ്റ്? ദിസ് ഇസ് അക്കോർഡിംഗ് ടു മിഡ് പോയിന്റ് തിയറം. അതുപോലെ കൺസിഡർ ട്രയാങ്കിൾ ABD എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ വി ഹാവ് S ആൻഡ് P ആസ് ദി മിഡ് പോയിന്റ്സ്. സോ ഈ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ഈ ലൈൻ സെഗ്മെന്റ് PS ഇസ് പാരലൽ ടു BD. സോ PS is parallel to BD. അതുപോലെ PS is equal to BD-യുടെ പകുതി ആയിരിക്കും. So from this two we have QR is parallel to PS എന്ന് കിട്ടി. അതുപോലെ തന്നെ QR is equal to PS എന്ന് കിട്ടി, റൈറ്റ്? ഇനി നമ്മൾ ഈ ഫിഗറിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ SR is equal to PQ and SR is parallel to PQ. അതുപോലെ PS is equal to QR and PS is parallel to QR, which means നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഈ ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാരലോഗ്രാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ക്വാഡ്രിലാറ്ററൽ എടുത്ത് അതിൻ്റെ സൈഡ്സിൻ്റെ മിഡ് പോയിന്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്താൽ വി ഗെറ്റ് എ പാരലോഗ്രാം. ക്ലിയർ? യെസ്. നൗ നെക്സ്റ്റ് ഇതിൻ്റെ തന്നെ നമുക്ക് വേറെ ഒരു കേസ് ആക്കിയിട്ട് പറയുകയാണ്. അതായത് the quadrilateral formed by joining the midpoints of consecutive sides of a quadrilateral whose diagonals are perpendicular. ഓക്കെ, അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററൽ, ഇപ്പോൾ നേരത്തെ നമ്മൾ എനി ക്വാഡ്രിലാറ്ററൽ എന്നാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കേസിൽ എ ക്വാഡ്രിലാറ്ററൽ വിത്ത് എന്താണ് അതിൻ്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ക്വാഡ്രിലാറ്ററലിൻ്റെ കേസാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്താണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്തത്? ഈ കിട്ടിയിട്ടുള്ളത് ഒരു പാരലോഗ്രാം ആണ് എന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്. നൗ വി ഹാവ് ടു ഫൈൻഡ് ആ കിട്ടിയ പാരലോഗ്രാം ഈസ് എ റെക്റ്റാങ്കിൾ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് വെൻ ദ ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ. ഓക്കെ, ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആയി കഴിഞ്ഞാൽ ദാറ്റ് പാരലോഗ്രാം ഈസ് എ റെക്റ്റാങ്കിൾ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം? സോ നമ്മളിവിടെ പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എഴുതുന്നതാണ് എന്ത്? AC is parallel to PQ അല്ലേ? AC is parallel to PQ. അതുപോലെ BD is parallel to
BD is parallel to, see ഇതാണ് BD എന്ന് പറയുന്നത്, BD is parallel to PS. Okay, and ഈ AC-യും BD-യും എങ്ങനെയാണ്? AC എന്ന് പറയുന്നത് perpendicular to BD ആണ്, റൈറ്റ്? AC എന്ന് പറയുന്നത് perpendicular to BD ആണ്. AC is perpendicular to BD. അപ്പോൾ അതിന് പാരലൽ ആയിട്ടുള്ള ഈ രണ്ട് ലൈൻസും എങ്ങനെയായിരിക്കും? They will be also perpendicular. Okay, so which means PQ is perpendicular to PS. Okay, so ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടി. അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള കേസ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു കേസ് നോക്കാം. ഈ ഒരു കേസ് നോക്കുമ്പോൾ ദിസ് PS ആൻഡ് RS, PS ആൻഡ് RS ആണ് നമ്മൾ എടുക്കുക. സോ നമുക്കറിയാം PS is parallel to BD and RS is parallel to AD. Okay, we know that AD is perpendicular to BD. ADയും BDയും perpendiculars ആണെന്ന് നമുക്കറിയാം. ഓക്കെ, AD അല്ല, സോറി AC കേട്ടോ. ACയും BDയും perpendiculars ആണെന്ന് നമുക്കറിയാം. So we can say that PS is perpendicular to RS. Okay, so that means angle S എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. സെയിം കണ്ടീഷൻസ് തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുക. എന്നിട്ട് ഇവിടെയും 90 ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? യെസ്. സോ ദാറ്റ് ഈസ് അബൌട്ട് നമുക്ക് കിട്ടിയ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററലിൻ്റെ സൈഡ്സിൻ്റെ മിഡ് പോയിന്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന പാരലോഗ്രാം ബിക്കംസ് എ റെക്റ്റാങ്കിൾ. Clear? Yes. Next one, same type തന്നെയാണ്. So the quadrilateral formed by join the midpoints of a consecutive sides of a quadrilateral whose diagonals are congruent is rhombus. Okay. So diagonals congruent എന്ന് പറഞ്ഞാൽ diagonals equal ആണെന്നാണ് അർത്ഥം അല്ലേ? സോ അതായത് ഇപ്പം ഞാനൊരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുകയാണ്. ഓക്കെ, സോ ഇതൊരു ക്വാഡ്രിലാറ്ററലാണ്. ഇതിൻ്റെ മിഡ് പോയിന്റ്സുകൾ തമ്മിൽ ഞാൻ ജോയിൻ ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഐ എം ജസ്റ്റ് ജോയിൻ ചെയ്യും. സോ ഐ ഗെറ്റ് PQRS. സോ ദിസ് ഇസ് ABCD. ഇത് റാൻഡം ആയിട്ട് വരച്ചതാണ്. ഇതിൽ നമ്മൾ പറയുന്ന എല്ലാ കണ്ടീഷനും ഇവിടെ സാറ്റിസ്ഫൈഡ് അല്ല കേട്ടോ. സോ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളൊരു കണ്ടീഷൻ ഡയഗണൽസ് ആർ കോൺഗ്രുവൻറ്റ് എന്നാണ്. എന്ന് വെച്ചാൽ ഈ BD എന്ന് വരയ്ക്കുന്ന ഈ ഒരു ഡയഗണലും അതുപോലെ AC എന്ന് വരയ്ക്കുന്ന ഈ ഡയഗണലും ഈക്വൽ ഇൻ ലെങ്ത് ആണ്. BD ഈക്വൽ ടു AC ആണ് ഇപ്പം നമ്മുടെ പുതിയ കണ്ടീഷൻ. ഓക്കെ, ഇപ്പം നമുക്ക് സെയിം കോൺസെപ്റ്റ്, നമ്മൾ ഇത് പാരലോഗ്രാം ആണെന്ന് നമുക്കറിയാം, റൈറ്റ്? ഇത് പാരലോഗ്രാം ആണെന്ന് അറിയാം. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ഇത് കോൺഗ്രുവൻറ്റ് ആണ് എന്നാണ്. അതായത് ദിസ് ടു ലെങ്ത്സ് ആർ ഈക്വൽ, BD ഈക്വൽ ടു AC എന്നുള്ളൊരു കണ്ടീഷനാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? BD ഈക്വൽ ടു AC ആണെങ്കിൽ PS ഈക്വൽ ടു എന്തായിരിക്കും? വാട്ട് ഈസ് PS? PS എന്ന് പറയുന്നത് AC-യുടെ പകുതിയാണ്. സോ AC by 2. ഇനി PS AC by 2 ആണ്. വാട്ട് ഈസ് QR? QR-ഉം AC by 2 ആണ് അല്ലേ? QR എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ്. സോ ദിസ് ഈസ് ഓൾസോ AC-യുടെ പകുതിയാണ്. സെയിം മിഡ് പോയിന്റ് തിയറത്തിൻ്റെ കോൺസെപ്റ്റ് ആണ് കേട്ടോ. ഇനി അതുപോലെ സോ QR is also AC by 2. ഓക്കെ, ഇനി അടുത്തത് SR എന്തായിരിക്കും? വാട്ട് ഈസ് SR? SR എന്ന് പറയുന്നത് ഈ ലെങ്ത് ആണ്. അപ്പോൾ മിഡ് പോയിന്റ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് BD-യുടെ പകുതി ആയിരിക്കും അല്ലേ? സോ ഇറ്റ് ഈസ് BD by 2. അതുപോലെ തന്നെ PQ എന്ന് പറയുന്നതും BD-യുടെ പകുതിയാണ്, റൈറ്റ്? അക്കോർഡിംഗ് ടു മിഡ് പോയിന്റ് തിയറം. സോ ദിസ് ഈസ് PQ. സോ വി ഹാവ് PS ഈക്വൽ ടു QR ഇസ് ഈക്വൽ ടു AC by 2. അതുപോലെ SR ഈക്വൽ ടു PQ ഈക്വൽ ടു BD by 2 എന്നുണ്ട്. നമുക്കറിയാം BD ഈക്വൽ ടു AC ആണ് അല്ലേ? BD ഈക്വൽ ടു AC ആണെങ്കിൽ വി നോ ദാറ്റ് BD by 2 വിൽ ബി ഈക്വൽ ടു AC by 2, റൈറ്റ്? എന്ന് വെച്ചാൽ ഈ എല്ലാ ലെങ്ത്സും എന്താണ്? ഈക്വൽ ആണ്, റൈറ്റ്? ദാറ്റ് ഈസ് PS ഈക്വൽ ടു QR ഇസ് ഈക്വൽ ടു SR ഈക്വൽ ടു PQ. ക്ലിയർ? യെസ്, ദാറ്റ് മീൻസ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ഈ ഒരു പാരലോഗ്രാം ഈസ് എ റോംബസ്. ക്ലിയർ ആണോ?
Next one, the quadrilateral formed by joining the midpoints of consecutive sides of a quadrilateral whose diagonals are congruent and perpendicular is a square. അപ്പോൾ ഒന്നുമില്ല, അപ്പോൾ ഇവിടെ കിട്ടിയത് റോംബസ് ആണ് എന്ന് വരെ നമുക്ക് കിട്ടിയില്ലേ. ഇനി ഈ ഡയഗണൽസ് ഈക്വൽ ആണെങ്കിൽ അത് റോംബസ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി പറയാൻ പോകുന്നത് ഈ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത പോലെ, റെക്റ്റാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്ത പോലെ, ഈ ഡയഗണൽസ് പെർപെൻഡിക്കുലേഴ്സ് ആണെങ്കിൽ നമുക്കറിയാം എന്താണ്, ഇതും 90 ഡിഗ്രീസ് ആയിരിക്കും, ഇതും 90 ഡിഗ്രീസ് ആയിരിക്കും, ഇതും 90 ഡിഗ്രീസ് ആയിരിക്കും, റൈറ്റ്. സോ ഡയഗണൽസ് കോൺഗ്രുവൻറ്റ് ആൻഡ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇവിടെ കിട്ടുന്ന ഈ ഒരു ലെങ്ത് എന്തായിരിക്കും, ഇവിടെ കിട്ടുന്ന ഈ ഒരു പാരലോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ബിക്കംസ് എ സ്ക്വയർ. സ്ക്വയർ ആവണമെങ്കിൽ സൈഡ് ഷുഡ് ബി ഈക്വൽ ആൻഡ് ദിസ് ആംഗിൾ ഷുഡ് ബി 90 ഡിഗ്രി. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൂഫ് ഞാനിവിടെ കൊടുക്കുന്നില്ല. നമ്മൾ ഓൾറെഡി റെക്റ്റാങ്കിളിൻ്റെ പ്രൂഫും നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത ഈ റോംബസിൻ്റെ പ്രൂഫും കൂടെ കമ്പൈൻ ചെയ്തതാണ് ഈ ഒരു സ്ക്വയറിൻ്റെ പ്രൂഫ്. അത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആംഗിൾ ബൈസെക്ടേഴ്സ് ഓഫ് എ പാരലോഗ്രാം ഫോം എ റെക്റ്റാങ്കിൾ. സോ ഇവിടെ നമുക്ക് ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റും LMNO എന്നിട്ടുള്ള ഒരു പാരലോഗ്രാമാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത് അല്ലേ. ആൻഡ് ഇതിൻ്റെ ആംഗിൾ ബൈസെക്ടേഴ്സ് ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അതായത് ഈ ആംഗിൾ എല്ലിൻ്റെ ബൈസെക്ടറാണ് ഈ LP എന്ന് പറയുന്നത്. അതുപോലെ ആംഗിൾ എമ്മിൻ്റെ ആംഗിൾ ബൈസെക്ടറാണ് ദിസ് MR എന്ന് പറയുന്നത്. അതുപോലെ O എന്നുള്ള ഈ ആംഗിളിൻ്റെ ബൈസെക്ടറാണ് ഇവിടെ വരച്ചിട്ടുള്ള PO എന്ന് പറയുന്നത്. ആൻഡ് ആംഗിൾ എന്നിൻ്റെ ആംഗിൾ ബൈസെക്ടറാണ് RN എന്ന് പറയുന്നത് വരച്ചിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഇതെല്ലാം മീറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു റെക്റ്റാങ്കിൾ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടുന്നുണ്ട്. ആ ക്വാഡ്രിലാറ്ററൽ റെക്റ്റാങ്കിൾ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദ ആംഗിൾ ബൈസെക്ടേഴ്സ് ഓഫ് എ പാരലോഗ്രാം ഫോം എ റെക്റ്റാങ്കിൾ. ഓക്കെ, എനിവേ നമുക്കത് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാം അല്ലേ. എന്താണ്, 4 സൈഡഡ് ഫിഗർ ആണ്, സോ ഇറ്റ്സ് എ ക്വാഡ്രിലാറ്ററൽ. പക്ഷെ അത് റെക്റ്റാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഷോ ദാറ്റ് ഈ ആംഗിൾസ് ഒക്കെ 90 ഡിഗ്രി ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. സോ ദിസ് ഈസ് അവർ ടാർഗറ്റ് അല്ലേ. എന്താണ്, ആംഗിൾ എസ് ഇവിടെ കിട്ടിയിട്ടുള്ള RSP, ആംഗിൾ RSP എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ ആംഗിൾ RSP ഈക്വൽ ടു ആംഗിൾ SRQ ഇസ് ഈക്വൽ ടു ആംഗിൾ RQP ഇസ് ഈക്വൽ ടു ആംഗിൾ QPS. ഓക്കെ, സോ ഇതെല്ലാം എന്താണ്, 90 ഡിഗ്രി ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം, റൈറ്റ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ അല്ലേ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ആംഗിൾ, ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യാം. ബാക്കിയുള്ളതിനൊക്കെ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന മെത്തേഡ്? ഇത് ആംഗിൾ ബൈസെക്ടർ ആണെന്ന് പറഞ്ഞു അല്ലേ. സോ നമുക്കറിയാം ആംഗിൾ എല്ലും ആംഗിൾ എമ്മും ആഡ് ചെയ്താൽ എന്താ കിട്ടുക? വാട്ട് ഈസ് ആംഗിൾ എൽ പ്ലസ് ആംഗിൾ എം? വാട്ട് ഈസ് ആംഗിൾ എൽ പ്ലസ് ആംഗിൾ എം? ഇത് ഒരു പാരലോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ആംഗിൾസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് 180 ഡിഗ്രി. ഓക്കെ അല്ലേ? യെസ്. ഇനി ഞാൻ ജസ്റ്റ് ഈ ഒരു ഇക്വേഷനെ കംപ്ലീറ്റ്ലി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം കേട്ടോ. ദാറ്റ് ഈസ് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ എൻ്റെ ആൻസർ എന്തായി? ആംഗിൾ L/2 പ്ലസ് ആംഗിൾ M/2 ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, യെസ്. ഇനിയാണ് നമുക്ക് ട്വിസ്റ്റ് വരുന്നത്. നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോകണം കേട്ടോ. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോകണം. ഓക്കെ, സോ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദിസ് ആംഗിൾ? ഈ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ L/2 അല്ലേ? ആംഗിൾ എല്ലിൻ്റെ പകുതിയാണ് അല്ലേ? ബിക്കോസ് ഇറ്റ്സ് എ ആംഗിൾ ബൈസെക്ടർ. എന്താണ് ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ? ഒരു ആംഗിളിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ? സോ ആംഗിൾ ബൈസെക്ടേഴ്സ് ഡിവൈഡ്സ് ആംഗിൾ ഇൻടു 2 ഈക്വൽ ഹാഫ്സ്. സോ ദിസ് ഇസ് ആംഗിൾ L/2 ആൻഡ് ഇപ്പുറത്തും ആംഗിൾ L/2 ആയിരിക്കും. അപ്പോൾ ഇപ്പുറത്തുള്ള ആംഗിൾ ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല, അപ്പോൾ ഞാൻ ഇത് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. ആൻഡ് അതുപോലെ ഈ ആംഗിൾ എന്തായിരിക്കും? സെയിം വേ ഇറ്റ് ഈസ് ആംഗിൾ M/2. ഓക്കെ,
ഇനി നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം കേട്ടോ. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് കൺസിഡർ ട്രയാങ്കിൾ LMS. ഓക്കെ, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ആംഗിൾ L/2 പ്ലസ് ആംഗിൾ M/2 പ്ലസ് ഈ ആംഗിളിനെ ഞാൻ എക്സ് എന്ന് വിളിക്കുകയാണ്. പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു എന്താ വരിക? 180 ഡിഗ്രി. ബിക്കോസ് സം ഓഫ് ദി ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ദാറ്റ് ഈസ് 90 ഡിഗ്രി ആണ് അല്ലേ? സോ ഞാൻ ഇതിനെ ഇങ്ങനെ എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് 90 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. സോ വാട്ട് ഈസ് മൈ എക്സ്? എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നത് ഇസ് 180 മൈനസ് 90 which is equal to 90 ഡിഗ്രി. ഓക്കെ, സോ ഈ ആംഗിൾ എന്തായി? 90 ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, സോ ദിസ് ഇസ് 90 ഡിഗ്രി. ഇത് 90 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിൾ എന്തായിരിക്കും? അതും 90 ഡിഗ്രി ആയിരിക്കും. സോ നമ്മൾ ഈ ഒരു ആംഗിൾ RSP എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്തു അല്ലേ? RSP 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്തു. സിമിലർ വേ നമുക്ക് മറ്റ് ആംഗിൾസും 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇതേപോലെ ഓരോ ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുക, എന്നിട്ട് സെയിം കോൺസെപ്റ്റ് അപ്ലൈ ചെയ്താൽ യു ക്യാൻ പ്രൂവ് ദാറ്റ് SRQ ഈക്വൽ ടു 90 ഡിഗ്രി, RQP ഈക്വൽ ടു 90 ഡിഗ്രി, QPS ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് ദാറ്റ് നമുക്ക് ഇവിടെ കിട്ടിയ ക്വാഡ്രിലാറ്ററൽ റെക്റ്റാങ്കിൾ ആണ്. ക്ലിയർ അല്ലേ? യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ABCD is a trapezium in which AB is parallel to CD and AD equal to BC. Show that angle A equal to angle B. സോ ഇവിടെ തന്നിട്ടുള്ളത് നമുക്കൊരു ഐസോസ്ലെസ് ട്രപ്പീസിയം ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, എന്നാലും ഒന്നും കൂടെ പറയാം. ദാറ്റ് ഈസ് ഇവിടെ നമുക്കൊരു ഐസോസ്ലെസ് ട്രപ്പീസിയം ആണ് ഉള്ളത്. ഐസോസ്ലെസ് ട്രപ്പീസിയം എന്ന് പറയുമ്പോൾ ABCD എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. AD ഇസ് ഈക്വൽ ടു BC ആണ്. ഓക്കെ, AD ഈക്വൽ ടു BC ആണ്. സോ ഇവിടെ ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ B എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യാണ്. ഓക്കെ, സോ ഇത് ഇന്നും ഇത് F എന്നുള്ള പോയിന്റിൽ മീറ്റ് ചെയ്യും. ഓക്കെ, ദിസ് ലെങ്ത് DE എന്ന് പറയുന്ന ഈ ലെങ്ത് ഇസ് ഈക്വൽ ടു EF ആണ്, അല്ലെങ്കിൽ CF ആണ്. ബിക്കോസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാരലൽ ലൈൻസ് ആണ് അല്ലേ? ദേ ആർ ഈക്വൽ. സോ ദേ ആർ ഈക്വൽ. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് AD ഈക്വൽ ടു BC എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് 90 ഡിഗ്രി ആണെന്ന് അറിയാം, ബിക്കോസ് നമ്മൾ പെർപെൻഡിക്കുലർ ആണ് ഡ്രോപ്പ് ചെയ്തത് അല്ലേ? സോ ഇറ്റ് ഇസ് 90 ഡിഗ്രി. സോ ദീസ് ടു ട്രയാങ്കിൾസ്, നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണ്? ദേ ആർ കോൺഗ്രുവൻറ്റ് by RHS theorem. Okay, so triangle AED is congruent to triangle BFC. Okay, these two triangles are congruent by RHS theorem. Okay അല്ലേ? അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർട്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ, റൈറ്റ്? വിച്ച് മീൻസ് ആംഗിൾ A എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ആംഗിൾ B ആയിരിക്കും. ഓക്കെ, ക്ലിയർ? യെസ്. നെക്സ്റ്റ് ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ D എന്ന് പ്രൂവ് ചെയ്യാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ D. എങ്ങനെയാണ് ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ D ആവുന്നത്? നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ B എന്ന് പ്രൂവ് ചെയ്തു അല്ലേ? അതേപോലെ ദിസ് ആംഗിൾ ഇസ് ഈക്വൽ ടു ദിസ് ആംഗിൾ ആണ്, റൈറ്റ്? ദിസ് ആംഗിൾ ഇസ് ഈക്വൽ ടു ദിസ് ആംഗിൾ ആണ് എന്ന് വെച്ചാൽ ആംഗിൾ ADE ഇസ് ഈക്വൽ ടു ആംഗിൾ FCB. റീസൺ എന്താ? കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ബിക്കോസ് ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ് അല്ലേ? സോ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. ഇനി നമുക്കറിയാം ഇവിടെയുള്ള ഈ ആംഗിൾസ് 90 ഡിഗ്രീസ് ആണ് അല്ലേ? ഇവിടെയുള്ള ആംഗിൾസ് 90 ഡിഗ്രീസ് ആണ്. സോ 90 പ്ലസ് ഈ ഒരു ആംഗിൾ ചേർന്നതാണ് ഈ ആംഗിൾ D എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ 90 പ്ലസ് ഈ ഒരു പാർട്ട് ചേർന്നതാണ് ഈ ആംഗിൾ C എന്ന് പറയുന്നത്.
അല്ലേ? ദാറ്റ് മീൻസ് 90 പ്ലസ് ആംഗിൾ ADE is equal to ADE equal to FCB ആയതുകൊണ്ട് തന്നെ 90 പ്ലസ് രണ്ട് ഭാഗത്തും ചെയ്യാണ്. സോ യു ഗെറ്റ് ആംഗിൾ FCB. ഓക്കെ, സോ വാട്ട് ഈസ് 90 പ്ലസ് ADE എന്ന് പറഞ്ഞാൽ 90 പ്ലസ് ADE എന്ന് പറഞ്ഞാൽ ആംഗിൾ D ആണ്, റൈറ്റ്? സോ ആംഗിൾ D is equal to ആംഗിൾ C. ഓക്കെ, സോ നമ്മൾ സെക്കൻഡ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ BAD ആസ് കോൺഗ്രുവൻറ്റ് എന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് ട്രയാങ്കിൾ ABC എന്ന് പറയുമ്പോൾ ഈ ഒരു പാർട്ടാണ് അല്ലേ, ABC. ഓക്കെ, അതുപോലെ BAD ഇത് രണ്ടും കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കൊന്നുകൂടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഈ ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരയ്ക്കാം. സോ ഇവിടെ ABCD എന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ABC എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിളാണ്. അതുപോലെ നമ്മൾ ABDയും കൂടെ ഉണ്ട് അല്ലേ, എന്ന് വെച്ചാൽ ഇത് കോമൺ ആണ്, AB കോമൺ ആണ് ആൻഡ് ഈ ഒരു പാർട്ട്, റൈറ്റ്? സോ നമുക്കിവിടെ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. ദാറ്റ് ഈസ് ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ ABD. ഓക്കെ, സോ ഇതിൽ കോമൺ സൈഡ് എന്ന് പറയുന്നത് AB ആണ്. സോ AB ഈക്വൽ ടു AB എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, AB ഈക്വൽ ടു AB എന്ന് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് ഈ ഒരു ആംഗിൾ, ഈ ഒരു ആംഗിൾ അല്ല, ഈ ഒരു സൈഡ് ഈക്വൽ ആണെന്ന് നമുക്കറിയാം അല്ലേ. ദാറ്റ് ഈസ് AD ഇസ് ഈക്വൽ ടു BC ആണ്. AD ഈക്വൽ ടു BC ആണ്. ആൻഡ് അതുപോലെ ഈ ഒരു ആംഗിൾ A എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു കേസിൽ ദാറ്റ് ഈസ് ഈ ഒരു ഓറഞ്ച് കളറിൽ മാർക്ക് ചെയ്ത ട്രയാങ്കിളിൻ്റെ ആംഗിൾ A ഇസ് ഈക്വൽ ടു റെഡ് കളറിൽ മാർക്ക് ചെയ്തതിൻ്റെ ആംഗിൾ B. സോ ആംഗിൾ B, ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ B. ഓക്കെ, സോ നമ്മൾ ഇത് എഴുതുമ്പോൾ കോൺഗ്രുവൻസി എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ട്രയാങ്കിൾ ABD ഇസ് ഈക്വൽ ടു എന്താണ്, ട്രയാങ്കിൾ ABD എന്നാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ മറ്റേ കേസിൽ എന്താണ്, ബിയുടെ സ്ഥാനത്ത് എന്താ വരിക, ബിയുടെ സ്ഥാനത്ത് A ആണ് വരിക അല്ലേ. അപ്പോൾ നമ്മളിത് എഴുതുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് എഴുതണം. ദാറ്റ് ഈസ് ABC ഇസ് കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ BAD എന്നാണ് എഴുതുക. കാരണം B എന്നുള്ള ആംഗിളും A എന്നുള്ള ആംഗിളും ആണ് ഈക്വൽ ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് കറസ്പോണ്ടിങ് പാർട്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. സോ നമുക്ക് എന്ത് പറയാം, ട്രയാങ്കിൾ ABC ഇസ് കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ BAD. Okay, so hence the proof. Clear alle? Next one, diagonal AC is equal to diagonal BD എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് പ്രൂവ് ചെയ്യാം. ബിക്കോസ് ദീസ് ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻ്റ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ കോൺഗ്രുവൻ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സ് ഈക്വൽ ആയിരിക്കും. സോ AC is equal to BD എന്ന് പറയാം. AC is equal to BD. So AC is equal to BD because corresponding parts of congruent triangles are equal. Clear alle? Next question, if the median of triangle ABC intersect at G, show that area of triangle AGB is equal to area of triangle AGC is equal to area of triangle BGC is equal to 1/3 of area of triangle ABC എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ അതിന് മുന്നേ നമുക്ക് മീഡിയൻ എന്താണെന്ന് നോക്കാം അല്ലേ. വാട്ട് ഈസ് മീഡിയൻ? മീഡിയൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഓക്കെ, സോ ഇപ്പോൾ എ എന്നുള്ള വേർട്ടെക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഞാനൊരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുകയാണ് സച്ച് ദാറ്റ് ഇറ്റ് ഡിവൈഡ്സ് BC ഇൻറ്റു 2 equal halves. ഓക്കെ, അതായത് ഈ സൈഡിന് രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. വിച്ച് മീൻസ് BD ഇസ് ഈക്വൽ ടു CD. ഓക്കെ, സോ ഈ ഒരു ലൈൻ സെഗ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, AD ഈസ് ദി മീഡിയൻ. ഇനി ഈ മീഡിയൻ എപ്പോഴും ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയനെ രണ്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത്
ഒരു മീഡിയൻ വരച്ചു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ബി ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലത്തിലേക്ക് വരികയാണെങ്കിൽ ഞാനിവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പോവാണ്. എ ബി സി എന്നുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഓക്കെ, ഇനി ഈ സിയിൽ നിന്ന് ഞാനൊരു മിഡ് പോയിന്റ് വരയ്ക്കുകയാണ്. സിയിൽ നിന്ന് മീഡിയൻ വരയ്ക്കുകയാണ്. ദാറ്റ് മീൻസ് ഈ ഒരു ലെങ്ത് ഇസ് ഈക്വൽ ടു ദിസ് ലെങ്ത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് എ ഡി സി, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി is equal to area of triangle BDC. ഓക്കെ, ഇപ്പം ഞാൻ ഒരു മീഡിയനെ വരച്ചിട്ടുള്ളൂ കേട്ടോ. എനിക്ക് 3 മീഡിയൻസ് വരയ്ക്കാമല്ലോ. യെസ്, അപ്പോൾ ഇവിടെ എ എന്നുള്ള വേർട്ടെക്സിൽ നിന്ന് ഞാൻ ഒരു മീഡിയൻ വരയ്ക്കുകയാണ്. അതുപോലെ ഡി എന്നുള്ള വേർട്ടെക്സിൽ നിന്നും ഞാനൊരു മീഡിയൻ വരയ്ക്കുകയാണ്. സോ ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റിനെയാണ് ഇവർ ജി എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ എ ജി ബി എന്ന് പറയുന്നതിൻ്റെ ഏരിയയും ബി ജി സി എന്ന് പറയുന്നതിൻ്റെ ഏരിയയും അതുപോലെ എ ഡി ബി എന്ന് പറയുന്നതിൻ്റെ ഏരിയയും എ ബി ജി എന്ന് പറയുന്നതിൻ്റെ ഏരിയയും ഈക്വൽ ടു 1/3 ഓഫ് എ ബി സി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, യെസ്. സോ ഫോർ ദാറ്റ് ഐ എം ജസ്റ്റ് കൺസിഡറിങ് ട്രയാങ്കിൾ എ ജി ബി എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. കൺസിഡർ ട്രയാങ്കിൾ എ ജി ബി. അപ്പോൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ I know that ഈ ജി ഡി എന്ന് പറയുന്നത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ മീഡിയൻ ആണ് അല്ലേ? ഈ ട്രയാങ്കിളിൻ്റെ മീഡിയൻ ആണ് ജി ഡി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് മീഡിയൻ എന്ന് പറയുന്നത്? ബിക്കോസ് ഈ ജി ഡി എന്ന് പറയുന്നത് ഈ എ ബിനെ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ജി ഡി എന്ന് പറയുന്നത് മീഡിയൻ ആണ്, വിച്ച് മീൻസ് ഏരിയ ഓഫ് ജി ഡി എ, area of triangle GDA is equal to area of triangle GDB. എന്ന് വെച്ചാൽ 2 ഈക്വൽ ഏരിയാസ് ആയിട്ട് ഈ മീഡിയൻ ഡിവൈഡ് ചെയ്യും അല്ലേ? സോ ഫസ്റ്റ് കേസിൽ നമ്മൾ ഈ ഒരു ബിഗ് ട്രയാങ്കിളുടെ കേസിനാണ് പറഞ്ഞത്. ഓക്കെ, രണ്ടാമത്തെ കേസിൽ നമ്മൾ ഈ ഒരു ട്രയാങ്കിളുടെ കേസാണ് പറഞ്ഞത്. ഇനി ഈ രണ്ടിൽ നിന്നും ഈ ട്രയാങ്കിളിൽ നിന്ന് ഈ ട്രയാങ്കിൾ ഞാൻ സബ്ട്രാക്റ്റ് ചെയ്യണം. ഓക്കെ, സോ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞു. സോ വി ആർ ജസ്റ്റ് സബ്ട്രാക്റ്റിംഗ് ദിസ് 2 ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ ഈ 2 ഇക്വേഷൻസ് ഞാൻ സബ്ട്രാക്റ്റ് ചെയ്യണം കേട്ടോ. സോ ദാറ്റ് മീൻസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ജി ഡി എ എന്ന് വരും. അപ്പുറത്തെ സൈഡിലാണെങ്കിലോ എ ബി ഡി സി മൈനസ് ജി ഡി ബി എന്ന് വെച്ചാൽ ബി ഡി സി എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിൾ, അതിൽ നിന്ന് ഈ ഒരു പാർട്ട് സബ്ട്രാക്ട് ചെയ്യണം അല്ലേ? അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക? ബാക്കി ഈ ഒരു പാർട്ടാണ് ഉണ്ടാവുക. അതുപോലെ ഈ കേസിൽ ഈ ഒരു പാർട്ടാണ് ഉണ്ടാവുക. ഓക്കെ ആണോ? യെസ്. സോ ആ ഒരു കാര്യമാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. സോ ഇത് രണ്ടും സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് എഴുതുന്നില്ല. സോ യു ക്യാൻ ജസ്റ്റ് സീ equation 1 and equation 2. So 1 minus 2 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ജി സി എന്ന് കിട്ടും. is equal to area of triangle BGC. അല്ലേ? So area of triangle AGC is equal to area of triangle BGC. ക്ലിയർ ആണോ? ഈ ഒരു കാര്യമാണ് നമുക്ക് ഈ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് കിട്ടിയത്. ഓക്കെ, യെസ്. ഇനി ഇതേ സെയിം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. റിപ്പീറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ദാറ്റ് മീൻസ് അഗെയിൻ നമ്മൾ ഇതേ ഒരു ട്രയാങ്കിൾ വരയ്ക്കണു. ഓക്കെ, ആൻഡ് ഈ ഒരു കേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ? ദാറ്റ് ഈസ് ദിസ് എന്താണ്? ഇത് എ ബി സി എന്നാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. സോ എ ബി സി ആൻഡ് സിയിൽ നിന്നുള്ള മീഡിയൻ്റെ കേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ എയിൽ നിന്നുള്ള മീഡിയൻ വരയ്ക്കുമ്പോൾ ഇതേ കേസ് നമ്മൾ എഴുതാൻ പോവാണ്. അപ്പോൾ എയിൽ നിന്ന് മീഡിയൻ വരയ്ക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക?
area of this is D ആണെങ്കിൽ ഇത് ഞാൻ E എന്ന് എഴുതുന്നുണ്ട്, ഇത് F എന്ന് എഴുതുന്നുണ്ട് കേട്ടോ. So that is E. Area of AEB, triangle AEB is equal to area of triangle AEC. അല്ലേ, ഒരു മീഡിയൻ ഒരു ട്രയാങ്കിളിന് 2 ഈക്വൽ ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആൻഡ് ഇവിടെ തന്നെ നമ്മളിനി ബാക്കി മീഡിയൻസും കൂടെ വരുമ്പോൾ എന്താ സംഭവിക്കുക? മീഡിയൻസും കൂടെ വരുമ്പോൾ ഈ ജി എന്നുള്ള പോയിന്റ് GE എന്ന് പറയുന്നത് എഗെയിൻ നമ്മുടെ സ്മോളർ ട്രയാങ്കിളിൻ്റെ മീഡിയൻ ആണ്. ഏത് ട്രയാങ്കിൾ? ട്രയാങ്കിൾ BGC എന്ന് പറയുന്ന നമ്മുടെ സ്മോളർ ട്രയാങ്കിളിൻ്റെ മീഡിയൻ ആയിട്ട് മാറും അല്ലേ. സോ അതും എന്താണ്? ഈക്വൽ ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. ദാറ്റ് മീൻസ് ഏരിയ ഓഫ് BGE is equal to area of GEC. ഓക്കെ, ഇനി നമ്മളിത് ഈ 3ഉം 4ഉം കൂടെ സബ്ട്രാക്ട് ചെയ്യുക. നേരത്തെ സെയിം സ്റ്റെപ്സ് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. 3ഉം 4ഉം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു പാർട്ടും ഈ ഒരു പാർട്ടും ഈക്വൽ ആണെന്ന് കിട്ടും. റൈറ്റ്, ദാറ്റ് ഈസ് ഏരിയ ഓഫ് AGB, triangle AGB is equal to area of triangle AGC. ഓക്കെ, സോ ഇവിടുന്ന് നമുക്ക് എന്താ കിട്ടി? ഒരു ഫസ്റ്റ് കേസിൽ നിന്ന് നമുക്ക് കിട്ടി AGC is equal to BGC എന്ന് കിട്ടി അല്ലേ. ദാറ്റ് ഈസ് AGC is equal to BGC എന്ന് കിട്ടി. അതുപോലെ ഇവിടുന്ന് എന്ത് കിട്ടി? AGC is also equal to AGB എന്ന് കിട്ടി. AGC is also equal to AGB എന്ന് കിട്ടി. സോ ഈ ഒരു 3 ട്രയാങ്കിൾസും എന്താണ്? ഈക്വൽ ആണ് എന്ന്, ഈക്വൽ ഏരിയാസ് ആണ് എന്ന് നമുക്ക് കിട്ടി അല്ലേ. ഈ 3 ട്രയാങ്കിൾസും ഈക്വൽ ഏരിയാസ് ആണെന്ന് കിട്ടി. സോ ഈ കേസിൽ AGB is equal to area of triangle AGC. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇനി വീണ്ടും നെക്സ്റ്റ് ഒരു മീഡിയൻ വരച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? നമ്മൾ കംപ്ലീറ്റ്ലി ഇനി സ്റ്റെപ്സ് ഒന്നും എഴുതാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും അല്ലേ. നമ്മളിപ്പോൾ എയിൽ നിന്നാണ് വരച്ചത് അല്ലേ. ഇനി നമ്മൾ ബിയിൽ നിന്ന് മീഡിയൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ABC അല്ലേ. ABC എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ABF is equal to area of BFC. ഓക്കെ, ആൻഡ് നമ്മൾ ബാക്കി മീഡിയൻസും കൂടെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് G എന്നുള്ള പോയിൻ്റാണ് വരിക. യെസ്, സോ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യും. സോ ഈ 2 പാർട്സും നമ്മളതൊന്ന് സബ്ട്രാക്ട് ചെയ്യും അല്ലേ. ഈ 2 പാർട്സും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി എന്താ കിട്ടുക? ഏരിയ ഓഫ് BGC, ട്രയാങ്കിൾ BGC is equal to area of triangle AGB. റൈറ്റ്, സോ ഇതെല്ലാം പരസ്പരം ഈക്വൽ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ എന്താണ്? ഇത് 3 കൂടി കൂട്ടിയാലാണ് നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയാസ് കിട്ടുക അല്ലേ, ഏരിയാസ് കിട്ടുന്നത്. സോ ദാറ്റ് മീൻസ് ഒരു ട്രയാങ്കിളിനെ അത് 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്, which is equal to 1/3 of ABC. ക്ലിയർ? സോ ഇതെല്ലാം ഈക്വൽ ആണ് ആൻഡ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? this plus this ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ട്രയാങ്കിൾ ABC കിട്ടുക അല്ലേ. ദാറ്റ് ഈസ് ട്രയാങ്കിൾ ABC is equal to AGB, ട്രയാങ്കിൾ AGB പ്ലസ് ട്രയാങ്കിൾ BGC പ്ലസ് ട്രയാങ്കിൾ AGC. ആൻഡ് ഇത് 3ഉം ഈക്വൽസ് ആണ്, ഇത് 3ഉം ഈക്വൽ ആണ് അല്ലേ. ദാറ്റ് മീൻസ് ട്രയാങ്കിൾ AGB, ഇവിടെ ട്രയാങ്കിൾ എന്നല്ല ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഏരിയ ഓക്കെ. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ, സോ വിച്ച് മീൻസ് ദാറ്റ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABCയുടെ 1/3 ആണ് ഈ ഓരോ ഏരിയാസ് അല്ലേ. ഓരോ ട്രയാങ്കിൾസിൻ്റെ ഏരിയാസും 1/3 ആണെന്ന് വരിക. സോ വിച്ച് ഇസ് 1/3 ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC is equal to area of triangle AGB
is equal to area of triangle BGC is equal to area of triangle AGC. Clear? Yes. Next question. Prove that line segment joining the midpoints of diagonals of a trapezium is parallel to parallel sides and equal to half of their difference. So, നമുക്കിവിടെ ഇതാണ് നമ്മുടെ ഒരു ട്രപ്പീസിയം നമ്മൾ വരച്ചിട്ടുള്ളത്. ഓക്കെ, എ ബി സി ഡി. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? നമുക്കിവിടെ രണ്ട് ഡയഗണൽസ് ഉണ്ട്. ഡയഗണൽസിൻ്റെ മിഡ് പോയിൻറ്റ്സ് ആണ് ഈ എമ്മും എൻ. ഡയഗണൽസിൻ്റെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു എം എൻ എന്നുള്ള ലൈൻ സെഗ്മെൻറ്റ് കിട്ടും. ഓക്കെ, സോ ദിസ് ലൈൻ സെഗ്മെൻറ്റ് ഇസ് പാരലൽ ടു ദി പാരലൽ സൈഡ്സ് എന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ ദിസ് ലൈൻ സെഗ്മെൻറ്റ് എം എൻ എന്ന് പറയുന്നത് is equal to half of difference between the parallel sides. എന്ന് വെച്ചാൽ half of AB minus CD-ൻ്റെ പകുതി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആണല്ലോ? യെസ്. സോ ഇത് പ്രൂവ് ചെയ്യാൻ നമ്മൾ ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എന്തായാലും മിഡ് പോയിൻറ്റ് തിയറം ആയിരിക്കും അല്ലേ? എപ്പോഴും ഇങ്ങനെ ഇത് പാരലൽ ആണ് എന്നൊക്കെ പ്രൂവ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ മിഡ് പോയിൻറ്റ് തിയറാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഈ ഡി എന്നിൻ്റെ മിഡ് പോയിൻ്റ് ആണ് ഇതെന്നറിയാം അല്ലേ? ഡി എന്നിൻ്റെ മിഡ് പോയിൻ്റ് ആണെന്ന് നമുക്കറിയാം. അതുപോലെ എ സി ഡിയുടെ മിഡ് പോയിൻ്റ് ആണ് എൻ എന്ന് നമുക്കറിയാം. അതുപോലെ എ സിയുടെ മിഡ് പോയിൻ്റ് ആണ് എം എന്ന് പറയാം. ഓക്കെ, പക്ഷെ നമുക്കൊരു ട്രയാങ്കിൾ ആയിട്ടാണ് ഇത് വേണ്ടത് അല്ലേ? ഈ എം എന്നുള്ളത് ഒരു ട്രയാങ്കിളിൻ്റെ പാർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ലൈന് വരച്ചിട്ടുണ്ട്. യെസ്, ഈ സി ഇ എന്നുള്ള ലൈന് വരച്ചിട്ടുണ്ട്. സച്ച് ദാറ്റ് ദിസ് പാസസ് ത്രൂ എൻ. ഓക്കെ, ഓക്കെ അല്ലേ? യെസ്. ഇനി ഈ ലൈൻ ഉണ്ടല്ലോ എ സി സി എൻ, ഇങ്ങനെ ഒരു ട്രയാങ്കിളാണ് നമുക്ക് കിട്ടുക അല്ലേ? അപ്പോൾ ഇവിടെ മിഡ് പോയിൻറ്റ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ സി എൻ ഷുഡ് ബി ഈക്വൽ ടു ഇ എൻ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ഈ ട്രയാങ്കിൾ അല്ല, ഈ ഒരു ട്രയാങ്കിളും അതുപോലെ ഈ ഒരു ട്രയാങ്കിളും. ഓക്കെ, സോ ഐ എം ജസ്റ്റ് മാർക്കിംഗ് ഇറ്റ്. ഈ ട്രയാങ്കിൾ, ദാറ്റ് ഈസ് ട്രയാങ്കിൾ ഡി എൻ സി, അതുപോലെ ട്രയാങ്കിൾ ബി എൻ ഇ. ഓക്കെ, സോ കൺസിഡർ ട്രയാങ്കിൾ ഡി എൻ സി and consider triangle BNE. ഓക്കെ, സോ ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. സോ അതിനു വേണ്ടി നമുക്ക് ബേസിക്കലി എന്താണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട് അല്ലേ? സോ ഈ ഒരു രണ്ട് ലെങ്ത്തും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് അറിയാം. അതുപോലെ ഈ ഡി എൻ ഇസ് ഈക്വൽ ടു ബി എൻ ആണെന്ന് നമുക്കറിയാം. കാരണം എന്താ? ഈ ബി ഡി എന്ന് പറയുന്ന ഡയഗണലിൻ്റെ മിഡ് പോയിൻ്റ് ആണ് എൻ അല്ലേ? ദാറ്റ് മീൻസ് ഡി എൻ ഇസ് ഈക്വൽ ടു ബി എൻ. സോ ആ ഒരു കോൺസെപ്റ്റ് ഉണ്ട് നമ്മുടെ അടുത്ത്. ഡി എൻ ഇസ് ഈക്വൽ ടു ബി എൻ. മിഡ് പോയിൻ്റ് ആണ്, ബിക്കോസ് എൻ ഈസ് ദി മിഡ് പോയിൻ്റ്. ഇനി നമ്മൾ ഈ ഒരു കേസ് എടുക്കുമ്പോൾ ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ് ആൻഡ് ഇത് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. സോ ദീസ് ആർ ഈക്വൽ. ദാറ്റ് മീൻസ് ആംഗിൾ ഡി is equal to angle B. എന്ന് വെച്ചാൽ ഈ ആംഗിൾ is equal to this angle. ക്ലിയർ ആണല്ലോ? Okay, so that means these two triangles are congruent by IISA theorem, right? These two triangles are congruent. So triangle DNC is congruent to triangle BNE. ഓക്കെ അല്ലേ? സോ വിച്ച് മീൻസ് കറസ്പോണ്ടിങ് പാർട്സ് ഒക്കെ കോൺഗ്രുവൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? സി എൻ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ഇ എൻ എന്ന് പറയാം. ഓക്കെ, സി എൻ ഈക്വൽ ടു ഇ എൻ എന്ന് പറയാം. ഓക്കെ അല്ലേ? യെസ്. സോ ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ട്രയാങ്കിളാണ് കേട്ടോ. എന്ന് വെച്ചാൽ ദിസ് ട്രയാങ്കിൾ. ഈ ഒരു ട്രയാങ്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് കൺസിഡർ ട്രയാങ്കിൾ എ സി ഇ.
ഓക്കെ. സോ എം എൻ എന്ന് പറയുന്നത് മിഡ് പോയിന്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്തുണ്ടാക്കിയ ലൈൻ സെഗ്മെന്റ്സ് ആണ്. ഇത് മിഡ് പോയിന്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? കാരണം CE എന്ന് പറയുന്നതിൻ്റെ മിഡ് പോയിന്റ് ആണ് N, ബിക്കോസ് CN ഈക്വൽ ടു EN എന്ന് നമ്മൾ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. സോ വിച്ച് മീൻസ് ദിസ് ഈസ് മിഡ് പോയിന്റ്. അപ്പോൾ ഈ ലൈന്, ഈ ജോയിൻ ചെയ്തിട്ടുള്ള ഈ ലൈൻ എന്ന് പറയുന്നത് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ടുള്ള ലൈനാണ്. സോ which means by midpoint theorem we know that MN is parallel to AE. MN is parallel to AE and MN is equal to half of AE. അല്ലേ? ഹാഫ് ഓഫ് എ എന്ന് പ്രൂവ് ചെയ്തു. സോ ഇത്രയും കാര്യം നമ്മൾ പ്രൂവ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ബിക്കോസ് MN പാരലൽ ടു AE എന്ന് പറയുമ്പോൾ AE എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് സെയിം ആസ് AB അല്ലേ? എയും AB ഒക്കെ സെയിം സ്ലോപ്പ് തന്നെയാണ് രണ്ടിനും അല്ലേ? സോ MN ഇസ് പാരലൽ ടു AB എന്ന് നമ്മൾ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ നിന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. യെസ്. സോ MN പാരലൽ ടു AB, അപ്പോൾ പാരലൽ സൈഡ്സിനോട് പാരലൽ ആണ് എന്ന കാര്യം നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഹാഫ് ഓഫ് AB മൈനസ് CD എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് ഹാഫ് ഓഫ് AE എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഹാഫ് ഓഫ് AE വരെ നമ്മൾ പ്രൂവ് ചെയ്തു. സോ AE എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ് അല്ലേ? സോ AE എന്താണെന്ന് നോക്കാം. AE എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു AB മൈനസ് EB ആണ്, റൈറ്റ്? ഇനി നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത ഈ കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള ഈ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ടല്ലോ, അപ്പോൾ ആ ട്രയാങ്കിൾസിൽ നിന്ന് EB ഈക്വൽ ടു CD എന്ന് നമുക്ക് കിട്ടും അല്ലേ? ബിക്കോസ് കോൺഗ്രുവൻ്റ് മീൻസ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസിൻ്റെ കറസ്പോണ്ടിങ് പാർട്സ് ഈക്വൽ ആണ് അല്ലേ? സോ EB ഈസ് ഈക്വൽ ടു CD എന്ന് കിട്ടും, റൈറ്റ്? സോ EB എന്ന് പറയുന്നത് CD-നോട് ഈക്വൽ ആണ് അല്ലേ? സോ AB മൈനസ് CD എന്ന് എഴുതാം. സോ ഇവിടെ MN എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? MN എന്ന് പറയുന്നത് ഹാഫ് ഓഫ് A എന്ന് ഓൾറെഡി നമ്മൾ കിട്ടിക്കഴിഞ്ഞു അല്ലേ? സോ വി ഹാവ് ഗോട്ട് ദിസ് വൺ. AE എന്ന് പറയുന്നത് AB മൈനസ് CD ആണ്. സോ ജസ്റ്റ് അതൊന്ന് റീപ്ലേസ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. സോ MN ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് AE എന്നാണ് നമുക്ക് കിട്ടിയത് അല്ലേ? സോ ദാറ്റ് മീൻസ് ഹാഫ് ഓഫ് AE എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് AB മൈനസ് CD ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി പാരലൽ സൈഡ്സ്. ക്ലിയർ അല്ലേ? ഈസി ക്വസ്റ്റൻ അല്ലേ? അപ്പോൾ ജസ്റ്റ് ഒരു മിഡ് പോയിന്റ് തിയറം ആണ് നമ്മൾ യൂസ് ചെയ്തത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കോൺഗ്രുവൻസിയും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In rectangle ABCD, AB equal to 5 and BC equal to 3, points F and G are on line segment CD so that DF is equal to 1 and GC equal to 2. Line AF and BG intersect at E. What is the area of triangle AEB എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഡയഗ്രാം വരച്ച് നോക്കാം അല്ലേ? സോ യാ, അപ്പോൾ നമുക്കിവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. സോറി, ഓക്കെ. ഇനി ഈ റെക്റ്റാങ്കിളിൽ ABCD എന്ന് മാർക്ക് ചെയ്യാം. ABC and T. ഓക്കെ. ആൻഡ് ഇവിടെ നമുക്ക് F ഉണ്ട് സച്ച് ദാറ്റ് DF is 1 ആൻഡ് ഇവിടെ G ഉണ്ട് സച്ച് ദാറ്റ് CG is അല്ലെങ്കിൽ GC is 2. സോ എന്ന് വെച്ചാൽ FGയുടെ ലെങ്ത് എന്തായിരിക്കും? FGയുടെ ലെങ്ത് എന്ന് പറയുന്നത് 3 ആയിരിക്കും, റൈറ്റ്? ഇനി എന്താ നമുക്ക് വേണ്ടത്? AF എന്നുള്ള ലൈനും BG എന്നുള്ള ലൈനും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് E എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് പോയിൻ്റ് ഇസ് E. ഓക്കെ. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ F എന്ന് പറയുന്നത് ഈ പോയിൻ്റാണ് കേട്ടോ, ഞാൻ മുകളിൽ മാർക്ക് ചെയ്തതല്ല. സോ ദിസ് ഇസ് F ആൻഡ് ദിസ് ഇസ് G. ഓക്കെ. സോ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഏരിയ ഓഫ് AEB ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. സോ ബിഫോർ ഫൈൻഡിങ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? ഏരിയ ഓഫ് വാട്ട് ഈസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ AEB? ഏരിയ ഓഫ് ട്രയാങ്കിൾ AEB എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ബേസ് AB ആണ്. AB 5 ആണെന്ന് തന്നിട്ടുണ്ട് ബിക്കോസ് ഇറ്റ്സ് എ റെക്റ്റാങ്കിൾ. ആൻഡ് അതിൻ്റെ ഹൈറ്റ് എന്തായിരിക്കും? ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഹൈറ്റ് ഈ ടോട്ടൽ ഹൈറ്റ് ആണ് അല്ലേ? സോ നമുക്കതിനെ ക്യാപിറ്റൽ H എന്ന് വിളിക്കുകയാണെങ്കിൽ ഇൻറ്റു H എന്ന് എഴുതാം. സോ ക്യാപിറ്റൽ H എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ട്രയാങ്കിളിനെയും അതുപോലെ ഈ ഒരു ട്രയാങ്കിളിനെയും കൺസിഡർ ചെയ്യാൻ പോവാണ് കേട്ടോ. സോ ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണ്. എന്തുകൊണ്ടാണ് അത് സിമിലർ ആയത്? നമുക്ക് ഈസി ആയിട്ട് പറയാം അല്ലേ? ഈ ട്രയാങ്കിളും
ഈ ട്രയാങ്കിളും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇതും പാരലൽ ലൈൻസ് ആണ്. സോ ഇത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. സോ ഇതൊക്കെ ഈക്വൽ ആണ് അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു ദിസ് ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ദിസ്. സോ ദിസ് ടു ട്രയാങ്കിൾസ് ആർ സിമിലർ. അപ്പോൾ അതിൻ്റെ സൈഡ്സ് ഒക്കെ എന്തായിരിക്കും? പ്രപ്പോർഷണൽ ആയിരിക്കും. ഈവൺ അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്സും പ്രപ്പോർഷണൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിനെ സ്മോൾ എച്ച് എന്ന് വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഈ ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത് ഇവിടുന്ന് ഈ തൊട്ട് ഇതുവരെയുള്ള ലെങ്ത് ആണ് കേട്ടോ. മേ ബി ഞാൻ ഇതിനെ എസ് എന്ന് വിളിക്കാം. ഈ എസ് ആണ് എച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഈ എസ് ജസ്റ്റ് മാർക്ക് ചെയ്തതാണ്. ഓക്കെ. ആൻഡ് ഈ ടി എന്ന് പറയുന്നതാണ് നമ്മൾ സ്മോൾ എച്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ. സോ ഇതിൻ്റെ സൈഡ്സിനോട് പ്രപ്പോർഷണൽ ആയിരിക്കും ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്. ഓക്കെ. സോ നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. സോ ദാറ്റ് ഈസ് എച്ച് ബൈ ക്യാപിറ്റൽ എച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? 3FG ഡിവൈഡഡ് ബൈ AB. FG എന്ന് പറഞ്ഞാൽ 2 ആണ്. സോറി 3 അല്ല, 2 ആണ് FG കേട്ടോ. FG is 2. So this length is 2. This is 2 plus 1 3. So ഇവിടെ 2 ആണ് വരിക. Okay, so FG is 2 divided by AB എന്താണ്? AB is 5. So 2 by 5 അല്ലേ. So H divided by capital H is equal to 2 by 5 എന്ന് എഴുതാം. Right? So 5H is equal to 2 into H. 2 into H എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത് ഈ ലെങ്ത് നമുക്ക് ഓൾറെഡി അറിയാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 3 റെക്റ്റാങ്കിളുടെ ബ്രെഡ്ത്ത് ആണ് അല്ലേ. സോ 3 പ്ലസ് എച്ച് ആണ് അല്ലേ. സോ ഞാൻ അതിന് അങ്ങനെ തന്നെ എഴുതുകയാണ്. ദാറ്റ് ഈസ് 2 ഇൻറ്റു 3 പ്ലസ് എച്ച്. ഓക്കെ. സോ വിച്ച് ഈസ് ഈക്വൽ ടു 6 പ്ലസ് 2H. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5H. ഓക്കെ. സോ വിച്ച് മീൻസ് 5H മൈനസ് 2H എന്ന് പറയുമ്പോൾ 3H എന്ന് വരും. സോ ദാറ്റ് ഈസ് 3H is equal to 6. So H equal to 6 by 3 which is 2. So H is equal to 2 എന്ന് കിട്ടിയിട്ടുണ്ട്. So what is capital H? Capital H എന്ന് പറയുന്നത് ഈ H 2 ആണെങ്കിൽ 2 plus 3 ആണ് 5 അല്ലേ. So what is the area? Area of triangle AEB എന്ന് പറയുന്നത് എന്തായിരിക്കും? What is the area of triangle AEB? It's equal to half into AB. AB എന്ന് പറഞ്ഞാൽ ഈ ബേസ്. This base is 5 units and this altitude is also 5 units. So it is 5 into 5 which is 25 by 2 units square. Clear? Yes. So with that we are winding up this session. So geometry ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. സോ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. സോ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞാനിത് ഒരു ക്വസ്റ്റ്യനും കൂടെ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നോട്ട് ചെയ്ത് വെക്കുക ആൻഡ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ്റെ ഒരു കംപ്ലീറ്റ് എന്താണ് ഡീറ്റെയിൽസ് പറയുന്നത് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ദാറ്റ് ഈസ് നമുക്കൊരു സ്ക്വയർ ഉണ്ട്. ഓക്കെ, വി ഹാവ് എ സ്ക്വയർ. ഓക്കെ, ആൻഡ് ഇതിൽ ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് AYBയും അതുപോലെ CXDയും നമ്മൾ വരയ്ക്കുകയാണ്. സോ ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് AB ആൻഡ് ദിസ് ഇസ് Y. അതുപോലെ ഇവിടെയും ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആണ് കേട്ടോ. നമ്മൾ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടാവില്ല. ബട്ട് ദിസ് ഇസ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ CXD ആൻഡ് ദിസ് ഇസ് Y. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഈ എക്സും വൈയും തമ്മിലുള്ള ഈ ഒരു ലെങ്ത്ത് എത്രയാണ് എന്നാണ് ചോദ്യം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് XY? ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത് കേട്ടോ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ X ആൻഡ് Y എന്നാണ് ചോദിക്കുന്നത്. മേ ബി ഡയഗ്രാം എക്സാക്ട്ലി ഇങ്ങനെ വരണം എന്നൊന്നുമില്ല. നിങ്ങൾക്കത് ഡിറ്റർമിൻ ചെയ്തിട്ട് പറയാം. അപ്പം ഞാൻ മാം വരച്ച ഡയഗ്രത്തിൽ മേ ബി കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവാം. ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വരച്ചെന്നേ ഉള്ളൂ. ഇത് എക്സാക്ട് ഡയഗ്രാം അല്ല. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ X ആൻഡ് Y എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ജോമെട്രി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ആസ് ഫാർ ആസ് ദിസ് RMO ഈസ് കൺസിഡേർഡ്. കാരണം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ട് വരിക എക്സാമിൻ്റെ സമയത്ത്. സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. സോ താങ്ക് യു എവറി വൺ. ബൈ.